രണ്ട് പാർട്ടികളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് തുറന്നു കാട്ടപ്പെട്ട ഒരു വേദിയാണ് എന്നതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി രാജു പി നായർ പറയുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്ന ഇത് രാഷ്ട്രീയ വേദിയാക്കി മാറ്റി എന്നതുപോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരല്പത്തരമാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്ന് പറയുകയാണ് ശ്രീ എസ് കെ സതീഷ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കസേര ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് പോയില്ല? നമുക്കത് ചോദിക്കാം രാജു പി നായരോട്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും ഒക്കെ പ്രതിപക്ഷ നേതാവ് അതിന് വിശദീകരണം നൽകുന്നുണ്ടായിരുന്നു. നമുക്കത് ചോദിക്കാം ഒന്നുകൂടി. പക്ഷേ അവിടെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഈ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ട് എങ്ങനെ അവിടെ എത്തി, അദ്ദേഹം കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ, പിന്നീട് പ്രധാനമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ എസ് കെ സതീഷ്? ഒന്ന്, ശ്രീ രാജു പി നായരുടെ സംസാരം അദ്ദേഹത്തിൻ്റെ കുറേ അല്പത്തരങ്ങൾ വിളിച്ചു പറയുന്നത് മാത്രമാണ്. ഒന്ന്, അദ്ദേഹം BJP CPM ബന്ധം എന്നൊക്കെ ശ്രീ KC വേണുഗോപാലിൻ്റെ ഇന്നത്തെ പ്രസ്താവന കേട്ടിട്ടായിരിക്കും ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത്. മോദിയുടെ ക്യാബിനറ്റിലേക്ക് നവനീത് സിംഗ് ബിറ്റു എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സംഭാവന ചെയ്തുകൊണ്ട് സ്വന്തം രാജ്യസഭാ സീറ്റ് 2 വർഷം കാലാവധിയുള്ള രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത മഹാവ്യക്തിത്വമാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ വാചകത്തെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് പ്രധാനമന്ത്രിക്കോ കേട്ടിരിക്കുന്ന ആളുകൾക്കോ മനസ്സിലായിട്ടില്ല എന്ന് നമുക്കത് കേട്ടാലറിയാം. ഇപ്പം ശ്രീ പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ആളാണ്, ശശി തരൂരും ഇവിടെ ഇരിക്കുന്നു. അത് പലരെയും അലോസരപ്പെടുത്തും. ആരെയാണ് അലോസരപ്പെടുത്തുക? ഇന്ത്യ സഖ്യം എന്ന് കേൾക്കുമ്പോൾ അലോസരപ്പെടുന്നത് BJP-യുടെ ആളുകൾക്കാണ്. സ്വന്തം കാര്യമായിരിക്കും അദ്ദേഹം ഒരു ട്രോൾ രൂപേണ സ്വയം പറഞ്ഞത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് മറുപടി പറഞ്ഞില്ല. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. KC വേണുഗോപാലിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധിക്കും അറിയാം. അവിടെ പ്രോട്ടോകോൾ പ്രകാരമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ആ ചടങ്ങിൽ സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. അത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലതും വിളിച്ചു പറയുക എന്നതിനപ്പുറത്തേക്ക് അതിനൊന്നും കാണേണ്ട കാര്യമില്ല. BJP-യെ തന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്നതാണോ താങ്കൾക്കുണ്ടായ ബോധ്യം ശ്രീ എസ് കെ സതീഷ്? ഈ ചടങ്ങ് പലരെയും ബുദ്ധിമുട്ടിലാക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഈ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തനായ നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു, ശശി തരൂർ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു, ഇത് അദാനിയുടെ ഒരു ചടങ്ങാണ്. ആരെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നത് പരോക്ഷമായി തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതല്ലേ സതീഷ്? ഒരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ചില അർത്ഥമില്ലാത്ത പ്രയോഗങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിനെ നാം കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞുപോയി. അദ്ദേഹം അതിലും ഗുരുതരമായ കാര്യങ്ങളും പലപ്പോഴും പറയുന്നതാണ്. അതിൽ ഒരു പ്രശസ്തിയുണ്ട് എന്ന് മലയാളികൾക്കാർക്കും തോന്നിയിട്ടില്ല. അല്ല, അങ്ങനെ പറയേണ്ടുന്ന ഒരു വേദിയാണ്. അപ്പോൾ ആ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് താങ്കൾ പറയുകയാണ് എസ് കെ സതീഷ്? പറയുന്നതിലൊരു കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ തന്നെ ശ്രദ്ധിച്ചാലറിയാം. അതും അതിലപ്പുറവും പറയുന്ന ആളാണ് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമുക്കറിയാം. അതിൽ ചുറ്റിക്കറങ്ങി നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കി പോകുന്നതിലപ്പുറത്തേക്ക് ആ വേദിയിൽ വെച്ച് മറുപടി പറയാമോ എന്ന് ചോദിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. ഇനി മൈക്കെടുത്ത് അങ്ങനെ മറുപടി പറയണമെങ്കിൽ അവിടെ ശശി തരൂർ MP-യും അതുപോലെ തന്നെ വിൽസൻ്റെ MLA ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്കങ്ങ് മറുപടി പറയാമായിരുന്നു. ഇതെല്ലാം ജനങ്ങളെ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിനും കേരളത്തിന് അഭിമാനകരമായ, രാജ്യത്തിന് കേരളം സംഭാവന ചെയ്യുന്ന അഭിമാനകരമായ ഒരു വികസന നേട്ടത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കലാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊക്കെ രൂക്ഷ വിമർശനം. ശ്രീ എസ് കെ സതീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയതിൽ രൂക്ഷ വിമർശനം വന്നിട്ടുണ്ട്. പവൻ ഖേര ആദ്യം പ്രതികരിക്കുന്നു. എക്സിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ഇത്തരത്തിലേക്ക് പറയുന്നത് ശത്രുക്കൾക്ക് ചിരിക്കാൻ ഒരു അവസരം നൽകുകയാണ് എന്നാണ് പവൻ ഖേര പറഞ്ഞത്. പിന്നീട് KC വേണുഗോപാൽ പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ കാണിക്കുകയും ചെയ്തല്ലോ. ഇത് ഇങ്ങനെ പറയാൻ ഉള്ള എന്ത് സാഹചര്യമാണ് ഈ വേദിയിൽ, പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു വേദിയിൽ ഇങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം? മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു നിലവിലെ നമ്മൾ രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ വന്ന് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നതിൽ ഇപ്പോൾ CPI-ന് അതിൽ ഒരു പ്രതിഷേധവുമില്ല, അതിലൊരു വിമർശനവുമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലല്ലോ, ഇത്തരം കാര്യങ്ങളിൽ വിമർശനമുണ്ട്. താങ്കൾ ഉന്നയിച്ച, ഇനി താങ്കൾ ഇടപെടില്ല എന്ന് കരുതുകയാണ്.
കാരണം എനിക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇടപെടേണ്ടി വരില്ല എന്നെനിക്ക് തോന്നുകയാണ്. ഒന്ന് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അവരിത്തരം ചെയ്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ശക്തമായ വിമർശനമുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞ പെഹൽഗാമിലുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. എന്നാൽ പ്രധാനമന്ത്രി അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. അത്തരം പരാമർശങ്ങളൊന്നും നടത്താതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കടന്നുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ കഴിയാത്തത് ഇത്തരം ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ₹1 ചിലവ് കേന്ദ്ര സർക്കാരിനില്ല എന്നതിൻ്റെ ഒരു കുറ്റബോധമായിരിക്കും. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ 5370.86 കോടി രൂപ മുടക്കുന്നു. അദാനി ഇതുമായി ബന്ധപ്പെട്ട് 2497 കോടി രൂപ മുടക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി രാജ്യത്തെല്ലായിടത്തും പദ്ധതികൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ അനുവദിക്കുന്ന ഫണ്ട് അനുവദിക്കുന്നു. അവിടെയെല്ലാം അത് സൗജന്യമായി നൽകുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഏതാണ്ട് ഈ തുക വലിയ തോതിൽ പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട ഒരു വായ്പയായി നൽകുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു മനസാക്ഷി കുത്തുണ്ടാകും. ഈ കേരളത്തിൽ വന്ന് നിൽക്കുമ്പോൾ മലയാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഇനി ആ വായ്പ മാറ്റി ഇത് കേരളം തിരിച്ചു തരണ്ട എന്നെങ്കിലും പറയേണ്ടിയിരുന്നു. അത് പറയാതിരുന്നതിൻ്റെ പ്രയാസം, അല്ലെങ്കിൽ അത് പറയാതെ മലയാളികളെ വഞ്ചിച്ചതിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കും അദ്ദേഹം പലതും വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയലിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ഇച്ഛാശക്തിയുടെ പ്രതീകമായി കഴിഞ്ഞ 9 വർഷക്കാലമായി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഇനി ഒരുപക്ഷെ വേണമെങ്കിൽ 2045 പൂർത്തീകരിക്കാൻ കഴിയുന്ന, നേരത്തെയുള്ള കരാർ പ്രകാരം കഴിയുന്ന ഒരു പദ്ധതി ഇപ്പോൾ തന്നെ നമുക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്ന അഭിമാനകരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് നാം പോകുന്നത്. ഇപ്പോൾ തന്നെ 250-ലധികം പ്രധാനപ്പെട്ട കപ്പലുകൾ ഈ തീരമണഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ നേട്ടമാണ്. ആ നേട്ടത്തെ അവർക്ക് മറ്റൊരു രീതിയിലും കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ ഏതെങ്കിലും പങ്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ സംസാരങ്ങൾക്കകത്ത്, അത് UDFൻ്റെ ആയാലും BJPയുടെ ആയാലും സംസാരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാകും. ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടാകും. ആളുകൾ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടാകും. ഒരിക്കലും പറയേണ്ടാത്ത രാഷ്ട്രീയം ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരുപക്ഷെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെയും ഇത് മോദിയുടെ കാലത്തെ ഒരു അനുഭവമാണ്. നേരത്തെ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് ശ്രീ PS ശ്രീധരൻപിള്ളയും CKP പത്മനാഭനും ഒക്കെ BJPയുടെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട് കേരളത്തിൽ. അവരെ കൂട്ടിക്കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ പ്രകാരം അതിൽ ഉൾപ്പെടുത്തി ലിസ്റ്റ് താഴോട്ട് അയച്ചു തരുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, മെട്രോ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് കുമ്മനം രാജശേഖരനെ കൊണ്ടുവരുന്നു, കൂടെ ഇരുത്തുന്നു. പാവം, എനിക്ക് തോന്നുന്നത് BJPയുടെ അധ്യക്ഷന്മാരെ കേരളത്തിൽ വഷളാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ മോദിക്ക് എന്തോ താല്പര്യമുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം ഇപ്പോൾ നേരത്തെ രാജു പി നായർ ചോദിച്ച ചോദ്യമുണ്ട്, ഇവിടെ സംസ്ഥാന സർക്കാരിന് ഒരു സേയും ഇല്ലേ എന്നതാണ്. സംസ്ഥാന സർക്കാരിന് പറയാമല്ലോ, ഒരു നിർദ്ദേശം എന്ന രീതിയിലെങ്കിലും മുന്നോട്ട് വയ്ക്കാനുള്ള തരത്തിൽ ഈ കാര്യത്തിൽ സേ ഇല്ല എന്നതാണോ രാജു പി നായരുടെ ചോദ്യമാണ്. ഒരു കാര്യം, ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിൽ നല്ല മിടുക്കനാണ് ശ്രീ രാജു പി നായർ. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പ്രധാനമന്ത്രിയുടെ പരിപാടി തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. നമുക്ക് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ച കൂട്ടത്തിൽ ഉള്ള പേരല്ല ഇത്. അങ്ങനെ സമർപ്പിച്ച കൂട്ടത്തിൽ ഈ പേരില്ല. ആ പേര് കേരളത്തിലെ സർക്കാർ ഒട്ട് സമർപ്പിക്കുകയില്ല. പിന്നീട് അവിടുന്ന് പ്രധാനമന്ത്രി അവിടുന്ന് വന്ന പേരാണ് രാജീവ് ചന്ദ്രശേഖരന്റേത്. പക്ഷേ ഇവിടുന്ന് സമർപ്പിച്ച കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു അല്ല SK സജീഷ്? ഇവിടുന്ന് സമർപ്പിച്ച കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഞാൻ പറയട്ടെ, അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പക്ഷെ ആ തരത്തിലല്ല VN വാസവനൊക്കെ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ്. VN വാസവനൊക്കെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പരിപാടിയാണ്, അത് എന്തിനാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് എന്ന തരത്തിൽ ആദ്യം പ്രതികരിച്ചു. പിന്നീട് അതൊക്കെ മലക്കം മറിഞ്ഞ് മറ്റൊരു പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു,
ഈ വിഴിഞ്ഞം അതവിടെ പദ്ധതിയുമായി നിൽക്കട്ടെ. ബന്ധപ്പെട്ട അല്ലല്ലല്ല, അങ്ങനെ അല്ല ഞാൻ വരാം നിർത്തി വിഴിഞ്ഞം താങ്കൾ പദ്ധതി തെറ്റായ ഞാൻ ഒരു വരാം കാര്യം എസ് കെ സജീഷ് ഞാൻ വരാം തെറ്റായ ഒരു താങ്കളിലേക്ക് കാര്യം അവതരിപ്പിച്ച് നിർത്തി ഞാൻ പോകരുത്. വരാം അങ്ങനെയല്ല, അഡ്വക്കേറ്റ് അങ്ങനെയല്ല. ഉല്ലാസ് ബാബു അല്ലല്ലല്ല, ഇപ്പോ വിഴിഞ്ഞം അത് പദ്ധതിയുടെ ഒരു തരത്തിലും അതിൽ ഒരു ക്രെഡിറ്റും ഏറ്റെടുക്കാനില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ താങ്കളിലേക്ക് വരാം എസ് കെ സജീഷ് ഞാൻ ഇതിന് മറുപടി പറയാൻ താങ്കളിലേക്ക് വരാം അല്ല ഞാൻ വരാം താങ്കളിലേക്ക് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു താങ്കളുടെ ഊഴമാണ്